സർഗപ്രയാണത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ കാട്ടാത്തുറയ്ക്കടുത്ത് വാൾവച്ച കോഷ്ടം മഹിഷാസുരമർദിനി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 7 അടി ഉയരത്തിലുള്ള മഹിഷാസുരമർദിനി ദേവിയുടെ പ്രതിഷ്ഠയാണ്. നമസ്കാരം, എൻ്റെ പേര് ശങ്കരനാരായണനാണ്. ഞാൻ ഇവിടുത്തെ ക്ഷേത്ര മേശാന്തിയാണ്. നമ്മളിവിടെ നിൽക്കുന്നത് വാളച്ച കോഷ്ടം മഹിഷാസുരമർദിനി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പ്രത്യേകപ്പെട്ട ഒരു ക്ഷേത്രമാണ്. എല്ലാവരും ഒരുപാട് ക്ഷേത്രത്തിൽ പോയിരിക്കും. പക്ഷേ ഈ ക്ഷേത്രത്തിൽ പ്രത്യേകത എന്തു വെച്ചാൽ, പരശുരാമൻ താൻ ചെയ്ത കർമ്മത്തിന് ഇവിടെ ദേവിയെ തൊഴുതിട്ട് പോയി പരിഹാരം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ചരിത്രമുണ്ട്. അതുകൂടാതെ മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവന്മാർ അജ്ഞാനവാസത്തിലിരിക്കുമ്പോൾ അവരുടെ ആയുധങ്ങളെല്ലാം ഈ ക്ഷേത്രത്തിലാണ് വെച്ച് സൂക്ഷിച്ചത് എന്ന് ഒരു കഥ പറയപ്പെടുന്നു. പണ്ട് രാജാവ് യുദ്ധത്തിന് പോകുമ്പോൾ അങ്ങനെ ഉടവാൾ ഇവിടെ വെച്ച് പൂജിച്ചിട്ട് പോയാൽ ആ യുദ്ധം വിജയിക്കുമെന്നും പിന്നെ ഒരുപാട് ജനങ്ങളൊക്കെ ഇതിൽ സങ്കടപ്പെടുന്നതുകൊണ്ട് ഇനി യുദ്ധം ചെയ്യൂല എന്ന് സത്യം ചെയ്തും ഈ ക്ഷേത്രത്തിൽ വെച്ച് എന്നൊരു കഥയും പറയപ്പെടുന്നു. 2 കുളമുണ്ട്. ഒന്ന് ദേവി ആറാട്ടിനും ഉത്സവ കാര്യങ്ങളിൽ ദേവിക്കുള്ള കുളം 4 ശ്രീകോവിലിൻ്റെ അടുത്തുണ്ട്. ദേവിക്ക് 4 കൈയുണ്ട്, ചതുർകരം, ശംഖ് ചക്രം, ഒരു കൈ അഭയത്തിലും ഒരു കൈ യോഗമുദ്ര. അമ്മ നിൽക്കുന്ന യോഗമുദ്രയിലാണ് അമ്മ നിൽക്കുന്നത്. ഇവിടുത്തെ പീഠം പറഞ്ഞത് മഹിഷനാണ്. കാരണം മഹിഷനെ വധം ചെയ്ത് ദേവി യോഗത്തിൽ പോയിട്ടുണ്ട് എന്ന് അറിയപ്പെടുന്ന രീതിയിലാണ്. പിന്നെ ഇവിടെ വേറെ ഉപദേവന്മാരില്ല. ദേവി 7 പൊക്കമാണ്. എന്തുകൊണ്ട് ഇത്രയും പൊക്കം? വിശ്വരൂപമായിട്ടാണ് ദേവി ഇരിക്കുന്നത്. എന്നിൽ എല്ലാ ദൈവങ്ങളും അടങ്ങിയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു രൂപത്തിലാണ് ദേവി ഇവിടെ ഇരിക്കുന്നത്. ഈ ക്ഷേത്രം പറയുമ്പോൾ കേരള വാസ്തുപ്രകാരം ഈ ക്ഷേത്രം പണിഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ വരുമ്പോൾ കൊടിമരം കാണും. അതിൻ്റെ തൊട്ട് ബലിക്കൽ മണ്ഡപം. ആ ബലിക്കൽ മണ്ഡപത്തിൽ ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ട്. ഓരോ ശില്പങ്ങളും ഓരോ തത്വങ്ങൾ പറയുന്ന ശില്പങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇടഞ്ഞാഴി, അത് കഴിഞ്ഞിട്ട് നമസ്കാര മണ്ഡപം, അതിനെ മരുത് മണ്ഡപം എന്ന് പറയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒറ്റക്കൽ മണ്ഡപം, ഒരു കല്ലിൽ പണിഞ്ഞ മണ്ഡപമാണത്. പിന്നെ ശ്രീകോവിൽ, 4 അമ്പലം, ചുറ്റമ്പലം. അങ്ങനെ കേരള വാസ്തുപ്രകാരം ഈ ക്ഷേത്രം കല്ലുകൊണ്ട് പണിഞ്ഞിട്ടുള്ളതാണ്. ഈ ക്ഷേത്രത്തിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് കഥകളൊക്കെ പറയാറുണ്ട്. പിന്നെ ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തോ കുംഭാഭിഷേകം ചെയ്തോ 1000 വർഷത്തിൻ്റെ മുകളിലായി. ദേവിയുടെ ചരിത്രം പറയണത് പരശുരാമർ കാലത്ത് നിന്ന് തുടങ്ങുകയാണ്. റിക്കാർഡിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1200 വർഷത്തിൽ എടുക്കാം. പിന്നെ ഇവിടെ ഉത്സവം 2 ഉത്സവമുണ്ട്. പൊതുവായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു ഉത്സവമേ കാണത്തുള്ളൂ. ഇവിടെ 2 ഉത്സവമുണ്ട്. അപ്പം ഒന്നിന് മേലുള്ള ഉത്സവം ഉണ്ടെങ്കിൽ അത് മഹാക്ഷേത്രമാണ്. അപ്പം ഇത് നമ്മൾ നിൽക്കുന്നത് വാളവച്ചകോഷ്ടം ഈ ദേവീക്ഷേത്രം മഹാക്ഷേത്രമാണ്. കാരണം ഈ പരിസരത്തിലുള്ള എല്ലാ ദേവതകളും ഈ
ക്ഷേത്രത്തിൽ ഉള്ളടങ്ങും എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. വയനാട്ട് രാജാക്കന്മാർ വന്നിട്ട് പോയിട്ടുള്ള റെക്കോർഡുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് കൽവെട്ടൊക്കെ ഉണ്ട്. പഴയ തമിഴും മലയാളവും ഒക്കെ ചേർന്ന എഴുത്തുകളൊക്കെ ഉള്ള കൽവെട്ടൊക്കെ ഉണ്ട്. തമിഴുമുണ്ട്, മലയാളമുണ്ട്. അപ്പം തമിഴ്നാട്ടിൽ നിന്നും ഉള്ള രാജാക്കളും കേരളത്തിൽ നിന്ന് രാജാക്കളും ഈ ക്ഷേത്രത്തിനെ പരിപാലിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയപ്പെടുന്നു. പത്ത് ദിവസം ഉത്സവം, വൈകാശി വിശാഖ ഉത്സവം, വൈകാശി മാസം 10 ദിവസം കൊടിയേറ്റ് ആറാട്ട് കൂടിയ ഉത്സവവും വൃശ്ചിക മാസം തൃക്കാർത്തികയോടെ തീരുന്ന കളഭ ഉത്സവമായിട്ടാണ് ഇവിടെ എടുക്കുന്നത്. 2 ഉത്സവം. പിന്നെ നിറമുണ്ട്. കേരള ആചാരപ്രകാരമുള്ള പൂജാ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 4 കാല പൂജ ഉണ്ട് നിത്യം. രാവിലെ ഉഷപൂജ, ഉച്ചപൂജ, വൈകുന്നേരം സന്ധ്യാദീപാരാധന, അത്താഴ പൂജ. പിന്നെ മാസമ്മയുടെ നക്ഷത്രം കാർത്തികയാണ്. അപ്പോൾ എല്ലാ മാസവും കാർത്തിക നക്ഷത്രത്തിന് ഇവിടെ കലശമൊക്കെ ഉണ്ട്. കലശവും അഷ്ടാഭിഷേകവും ഒക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ കർമ്മങ്ങളൊക്കെ തീരുന്ന ഒരു വിശ്വാസമുണ്ട്. അതുകൂടാതെ വരുന്ന ഭക്തന്മാർ എന്ത് വിചാരിച്ച് ആത്മാർത്ഥമായിട്ട് ദേവി വിളിക്കണോ അവരുടെ മോനെ പോലെ ദേവി നോക്കുകയാണ്. എല്ലാവരുടെ കാര്യങ്ങളും ദേവി സഹായിച്ചു കൊടുക്കുകയാണ്. അതിന് ഉദാഹരണത്തിന് ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാനും ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ വന്നതാണ്. ഇപ്പം ദേവിയെ സഹായിച്ച് നല്ല രീതിയിൽ ഇരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരെ അതേപോലെയാണ്. എല്ലാവരും ഒരു പ്രശ്നത്തിൽ ഇവിടെ വന്ന് ചേർന്നതാണ്. ദേവി ചേർത്തതാണ് ഞങ്ങളെ. എല്ലാവരും വരുന്ന എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ദേവി നടത്തി കൊടുക്കാറുണ്ട്. അതേപോലെ എല്ലാവരും വരണം. അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. നമസ്കാരം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. അതായത് കാളിശങ്കര വാര്യർ എന്നറിയപ്പെടുന്ന ഒരു ദേവി ഭക്തൻ ഒരു രാത്രിയിൽ ഇതുവഴി പോയപ്പോൾ 2 സ്ത്രീകളെ കാണാനിടയാവുകയും അവരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. സാധാരണക്കാരല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോഴാണ് മനസ്സിലായത് ഈ സ്ത്രീകൾ മഹിഷാസുരമർദ്ദിനിയും കൂടെ വന്ന കൂട്ടുകാരി യക്ഷി ദേവിയുമാണെന്നുള്ളത്. ദേവിമാർ 2 പേരും ഉപവിഷ്ടരായിരുന്നത് കൽമണ്ഡപത്തിലായിരുന്നു. അതായത് ഊത്തമ്പലം എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലത്തായിരുന്നു. അവിടെ വെച്ച് കാളിശങ്കര വാര്യർ അവർക്ക് വാഗ്ദാനം ചെയ്തു ഇവിടെ അമ്പലം പണിയാം എന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടാവുന്നത്. പിന്നെ വാൾവച്ച കോഷ്ടം എന്ന നാമത്തിന് ഇടയാക്കിയത് പരശുരാമൻ പണ്ട് ക്ഷത്രിയരെ വധിച്ചതിന് ശേഷം ഇവിടെ വരികയും ഇവിടുത്തെ കുളത്തിൽ വാൾ കഴുകി ദേവിയുടെ മുന്നിൽ വയ്ക്കുകയും ചെയ്തു, രക്തക്കറ മാറാനായിട്ട്. അതുപോലെ തന്നെ പാണ്ഡവന്മാരും യുദ്ധത്തിന് ശേഷം ഇവിടെ വന്ന് വാൾ കഴുകി ദേവിയുടെ മുന്നിൽ വാൾ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ടാണ് അതിനുശേഷമാണ് ഇവിടെ വാൾ വെച്ച കോഷ്ടം എന്ന പേര് വരാനിടയായത്. അതുകൂടാതെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഓരോ യുദ്ധത്തിന് ശേഷവും യുദ്ധത്തിന് പോകുന്നതിന് മുന്നേയും ഇവിടെ വന്ന് ദേവിയുടെ അനുഗ്രഹം വാങ്ങാറുണ്ട്.
ദയാമയിയും അതീവ സുന്ദരിയുമായ ഒരു ദേവിയുടെ പ്രതിഷ്ഠയാണ് ഈ ഇവിടെ അമ്പലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 4 കരങ്ങളോട് കൂടി കദീബന്ധ ആസനത്തിലാണ് ദേവി ഉപവിഷ്ടയായിരിക്കുന്നത്. ആദ്യത്തെ കരങ്ങൾ എന്ന് പറയുന്നത് ശംഖ് ചക്രം ധരിച്ചിട്ടുണ്ട്. താഴത്തെ വലത് കൈ അഭയമുദ്രയും താഴത്തെ ഇടത് കൈ തുടയിലും വെച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടുത്തെ ദേവിയെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാൽച്ചുവട്ടിൽ മഹിഷിയും. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് കരുണാമയിയായ ദേവി എല്ലാ അവരുടെ സങ്കടങ്ങളും തീർത്ത് കൊടുക്കുന്നതാണ്. കാരണം ഉദ്ദിഷ്ട കാര്യത്തിനും മംഗല്യത്തിനും ഒക്കെ ആയിട്ട് ഇവിടെ ധാരാളം പൂജകളും വഴിപാടുകളും ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ദേവി അവർക്ക് സാധിച്ചു കൊടുക്കുന്നുമുണ്ട്. തമിഴ്നാട്ടിലെ മഹിഷാസുരമർദിനി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് വാൾവച്ച കോഷ്ടം. ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.